ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ബേസ് തിയറം എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ബേസ് തിയറം പറയുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി നന്നായി കണ്ടതിന് ശേഷം മാത്രം ബേസ് തിയറത്തിലേക്ക് വരിക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഇതിൽ ചെയ്യുന്ന പ്രോബ്ലംസ് കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ. കണ്ടീഷണൽ പ്രോബബിലിറ്റി നന്നായി മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബേസ് തിയറത്തിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താണെന്നുള്ളത്. ഇൻവേഴ്സ് പ്രോബബിലിറ്റി പറയുന്നത് എന്താണ്? If the probability of an event under our study is influenced by several causes, അതായത് നമ്മുടെ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ പറയുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സെവറൽ കോസസ് ഉണ്ടാകാം. ബട്ട് വി മേ ബി ഇൻട്രസ്റ്റഡ് ടു നോ ദി പ്രോബബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ കോസ് ഓഫ് ഹാപ്പണിംഗ് ദാറ്റ് ഇവന്റ്. അപ്പൊ ആ ഒരു ഇവന്റ് സംഭവിക്കാനുള്ള കാരണത്തിന്റെ പ്രോബബിലിറ്റി നമുക്ക് അറിയേണ്ടതായിട്ട് വരും. ഇത്തരം പ്രോബ്ലം ആണ് നമ്മൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇൻവേഴ്സ് പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ബേസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ബേസ് തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് പ്രോബബിലിറ്റി ഓഫ് ബി കെ ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി കെ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കെ ഡിവൈഡഡ് ബൈ probability of b1 into probability of a given b1 plus probability of b2 into probability of a given b2 etc into probability of bn into probability of a given bn എന്നുള്ളത്. bk എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏതാണോ കണ്ടെത്തേണ്ടത് അതാണ് അവിടെ k എന്ന് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പെട്ടെന്ന് തലയിൽ കയറൂല. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് പറയാം. there are 2 bags, one containing 5 white and 4 black ball. ഓക്കെ, 2 ബാഗ് ആണുള്ളത്. ഒന്നാമത്തെ ബാഗിൽ വരുന്നത് എന്താണ്? ഫസ്റ്റ് ബാഗിൽ വരുന്നത് 5 വൈറ്റ് ബോൾ ഉണ്ട്, അതേപോലെ 4 ബ്ലാക്ക് ബോൾ ഉണ്ട്, ടോട്ടലി 9 വരുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പറയുന്നത് ആൻഡ് അതർ കണ്ടെയ്നിങ്. രണ്ടാമത്തെ ബാഗിൽ വരുന്നത് എത്രയാണ്? സെക്കൻഡ് ബാഗിൽ വരുന്നത് 6 വൈറ്റും അതേപോലെ 5 ബ്ലാക്കും ആണ്, ടോട്ടലി 11 വരുന്നു. ഓക്കെ, 1 റൺ ഈസ് ചൂസൺ. ഇതിൽ ഒരു റണ്ണിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതായത് ഇതിനെ നമ്മൾ ഓരോ റണ്ണായിട്ട് എടുക്കുന്നു. ഇത് ഫസ്റ്റ് റണ്ണായിട്ട് എടുക്കുന്നു, ഇത് സെക്കൻഡ് റണ്ണായിട്ട് എടുക്കുന്നു. ഓക്കെ, B1 B2 അതാണ് നമ്മൾ B1 B2 എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് 2 ബാഗ് ആണ് വരുന്നത്. ഒന്നാമത്തെ ബാഗിൽ വരുന്നത്, രണ്ടാമത്തെ ബാഗിൽ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ ബാഗിൽ വരുന്നതിന് നമ്മൾ ഫസ്റ്റ് റൺ എടുക്കുന്നു, സെക്കൻഡ് ബാഗിൽ വരുന്ന സെക്കൻഡ് റണ്ണായിട്ട് എടുക്കുന്നു, B1 B2 എന്ന് എടുക്കുന്നു. ഇനി if it is white, ഒരു കണ്ടീഷൻ പറയുകയാണ്, നമ്മൾ ആ ചൂസ് ചെയ്യുന്നത് വൈറ്റ് ആണെങ്കിൽ. ഓക്കെ, ചൂസ് ചെയ്യുന്നത് വൈറ്റ് ആണെങ്കിൽ അപ്പൊ നമ്മൾ ആ ചൂസ് ചെയ്യുന്നതിന് നമ്മൾ എ ആയിട്ട് എടുക്കാം. എ എന്ന് പറയുന്നത് എന്താണ്? ഇവന്റ് ഡ്രോയിങ് വൈറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മളോട് പറയുന്നത് എന്താണ്? ഒന്നാമത്തത് if it is white, നമ്മൾ ചൂസ് ചെയ്യുന്നത് വൈറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി റൺ സെലക്ടഡ് ഈസ് ദി ഫസ്റ്റ്. ഇതിൽ ഫസ്റ്റ് റണ്ണിൽ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കാണേണ്ടത് ഇവിടെ ബി കെ എന്ന് പറയുന്ന ഇടത്തിൽ B1 ആണ് കാണേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ ആണ് കാണേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് റണ്ണ് B1 ആണ് ഫസ്റ്റ് റൺ, അതുകൊണ്ടാണ് ഇവിടെ കെ എന്ന് പറയുന്നത്. അത് ഏതാണോ കണ്ടെത്തേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റണ്ണല്ല ചോദിക്കുന്നത്, സെക്കൻഡ് റൺ ആണെങ്കിൽ ഇവിടെ B2 ആയിരുന്നു കാണേണ്ടത്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ ആണ് കാണേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്നു അതായിരിക്കണം പ്രോബബിലിറ്റി ഓഫ് B1, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മളിവിടെ 2 റണ്ണാണ് വരുന്നത്. B1 ഉം B2 ഉം 2 റണ്ണാണ് വരുന്നത്. അതായത് B1 എന്ന് പറയുന്നത് ഇവന്റ് ഓഫ് ചൂസിങ് ഫസ്റ്റ് റണ്ണാണ്. ഇനി B2 എന്ന് പറയുന്നത് എന്താണ്? ഇവന്റ് ഓഫ് ചൂസിങ് സെക്കൻഡ് റണ്ണാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് റണ്ണാണ്, മറ്റേതാണ് സെക്കൻഡ് റണ്ണാണ്. ഈ 2 റണ്ണിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി പറയുമ്പോൾ, അതായത് ഒന്നാമത്തെ റണ്ണിലാകാനും രണ്ടാമത്തെ റണ്ണിലാകാനുള്ള പ്രോബബിലിറ്റി നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് എന്തായിട്ടാ പറയാ? ഇവിടെ 1/2 ആണ് വരിക. ഇവിടെ 2 ആണുള്ളത്, മൊത്തം 2 റണ്ണാണുള്ളത്. അതിൽ ഒന്നാമത്തേതാകാനുള്ള ചാൻസ് പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് B2 രണ്ടാമത്തേതിലാകാനുള്ള സാധ്യത എന്തായിരിക്കും? 1/2 ആയിരിക്കും. കറക്റ്റ് മനസ്സിലാക്കുക. ഇവിടെ 2 റണ്ണാണുള്ളത്, B1 ഉം B2 ഉം.
അതിൽ ഒന്നാമത്തെ ആകാനുള്ളത്, അതാണ് പ്രോബിലിറ്റി ഓഫ് B1. രണ്ടിലും ഒന്നാമത്തെ ആകാനുള്ള സാധ്യത 1/2 ആണ്, 1 ആകാനുള്ളത്. ഇനി പ്രോബിലിറ്റി ഓഫ് B2, രണ്ടിലും എന്താണ് B2 ആകാനുള്ള സാധ്യതയും 1/2 ആണ്. ഓക്കെ അല്ലെ? ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് A given B1 ആണ്. A given B1 നമ്മൾ നെക്സ്റ്റ് കാണേണ്ടത്. അതായത് A given B1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ B1 A ആകാനുള്ള സാധ്യത എത്രയാണ്? A ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വൈറ്റ് ബോൾ ആണ്, 5 എണ്ണാണ് വരുന്നത്, 5/9 ആണ്. ഓക്കെ അല്ലെ? ഇനി പ്രോബിലിറ്റി ഓഫ് A given B2ലാകാനുള്ള സാധ്യത, അതായത് വൈറ്റ് ബോള് B2ലാകാനുള്ള ചാൻസ് എത്രയാണ്? 6/11 ആണ്. 6/11 ഇത്രയും കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കേണ്ട കാര്യമായി. ഓക്കെ, അതായത് ഇക്വേഷൻ ഇതാണ്. പ്രോബിലിറ്റി ഓഫ് ഇവിടെ BK എന്തായിട്ട് മാറും? B1 ആയിട്ട് മാറും. ഇവിടെ പ്രോബിലിറ്റി ഓഫ് B1 given A is equal to, അതായത് B1 given A എന്ന് പറയുന്നത് ഫസ്റ്റ് റണ്ണിലാകാൻ, ആ വൈറ്റ് ഫസ്റ്റ് റണ്ണിലാകാനുള്ള സാധ്യത. A എന്ന് പറയുന്ന വൈറ്റ് ആണ്, അത് ഫസ്റ്റ് റണ്ണിലാകാനുള്ള ചാൻസ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബിലിറ്റി ഓഫ് BK എന്നുള്ളത് B1 into probability of A given B1 divided by എന്ത് വരും? probability of B1 plus probability of A given B1 plus probability of B2 into probability of A given B2 എന്നാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? പ്രോബിലിറ്റി ഓഫ് B1 എന്താണ്? 1/2 ആണ്. 1/2 into probability of A given B1 എന്താണ്? 5/9 ആണ്. ഓക്കെ, then next probability of B1 1/2 ആണ് into probability of A given B1 5/9 ആണ് plus, okay, plus probability of B2 എത്രയാണ്? 1/2 ആണ് into probability of A given B2 എത്രയാണ്? 6/11 ആണ്. ഓക്കെ, 6/11. ഇപ്പൊ ഇതിനെ ജസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇതിനെ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. ഇവിടെ ജസ്റ്റ് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. 1 × 5 5 ഡിവൈഡ് ബൈ 2 × 9 18 ഡിവൈഡ് ബൈ, ഓക്കെ, ഡിവൈഡ് ബൈ എങ്ങനെ വരും? 1 × 5 5 ഡിവൈഡ് ബൈ 2 × 9 18 പ്ലസ് 1 × 6 6 ഡിവൈഡ് ബൈ 2 × 11 22. ഓക്കെ, ഇനി ഇതിനെ ഒന്നും കൂടെ മാറ്റി എഴുതാം. 5/18 ഡിവൈഡഡ് ബൈ, ഇതിനെ നമ്മൾ മാറ്റി ചെയ്യുന്നു. ഇതിനെ മാറ്റി ചെയ്യുമ്പോൾ എങ്ങനെ വരും? 5 × 22. അതായത് നമ്മൾ A ഡിവൈഡ് ബൈ B പ്ലസ് C/D എന്ന് പറയുന്ന ഒരു, നമ്മൾ പണ്ട് പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് AD പ്ലസ് BC ഡിവൈഡ് ബൈ BD, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ഇവിടെ എങ്ങനെ വരും? 5 × 22. ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6 × 18 പിന്നെ ഡിവൈഡ് ബൈ എന്ത് വരും? 18 × 22. അതായത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും? 5/18 ഓൾ ഡിവൈഡഡ് ബൈ 5 × 22 110 പ്ലസ് 6 × 18 എന്ത് വരും? 108 ഡിവൈഡഡ് ബൈ 18 × 28 എത്രയാവും? 22 എത്രയാവും? 396 എന്ന് വരും. അതായത് ഇത് കണ്ടു കഴിഞ്ഞാല് 5 ഡിവൈഡ് ബൈ 18 ഡിവൈഡ് ബൈ 218 ഡിവൈഡ് ബൈ 396 എന്നാകും. ഓക്കെ, അതായത് ഇതിനെ മാറ്റി കഴിഞ്ഞാല് 5 ഡിവൈഡ് ബൈ 18 ഹരിക്കണം 218 ഡിവൈഡഡ് ബൈ 396. ഈ 218ഉം 396നെയും നമുക്ക് വെട്ടാൻ പറ്റും. 109 ഡിവൈഡ് ബൈ 198 എന്ന് വരും. 2 × 109 ആണ് 218, 2 × 198 ആണ് എന്ത്? 396. ഇനി ഇതിനെ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. ഈ സീക്വൽ ടു എങ്ങനെ കിട്ടും? നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് 5/18 ഹരിക്കണം എന്ത് വരും? 109 ഡിവൈഡ് ബൈ 198 എന്ന് കിട്ടും. ഇനി ഇതിനെ ജസ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റാം. 5/18 ഇൻറ്റു ഇത് നേരെ റിവേഴ്സ് ചെയ്യാം. അതായത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 119 8 ഡിവൈഡ് ബൈ 109 എന്ന് വരും. ഇനി ഇവിടെ 18ഉം 198ഉം നമുക്ക് വെട്ടാം. കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 എന്ന് കിട്ടും. അതായത് ഇവിടെ എന്ത് കിട്ടും? 11 × 18 ആണ് 198. ഓക്കെ, അപ്പോൾ 5 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 11 ഡിവൈഡ് ബൈ 109 എന്ന് കിട്ടും. ഇത് കണ്ടു കഴിഞ്ഞാൽ 55 ഡിവൈഡ് ബൈ 5 × 11 = 55 ഡിവൈഡ് ബൈ 109 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യുക.
ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവുന്നതാണ്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്